ഹലോ മിക്കോസ് കൊമേസ്താൻ. അങ്ങനെ ഗൈസ്, മണാലിയിൽ നിന്ന് നമ്മൾ പോവുകയാണ് റക്കുംബിയയിലേക്ക്. 17 മണിക്കൂറിൻ്റെ ബസ് യാത്ര. യെസ്, അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിട്ടിലും വീഡിയോ ആയിരിക്കും. 17 മണിക്കൂറാണ് ബസ്സിലിരിക്കാറുള്ളത്. 11:30 ബസ്. നിശാൽക്ക് വരുന്നു. മണാലി റോഡ്. റക്കോംബിയ നാളെ രാവിലെ റക്കോംബിയ എത്തും. മറ്റന്നാളെ അവിടുന്ന് അങ്ങനെ ഗൈസ്, നമ്മൾ മണാലിയിലെ മാൾ റോഡിലെത്തി. ഇവിടുന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കണേ. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. ആൻഡ് ഗൈസ്, യെസ്, അന്ന് വല്ലാത്തൊരു യാത്ര തന്നെ ആയിരിക്കും. ആദ്യമായിട്ടാണ് ബസ്സിൽ 17 മണിക്കൂർ യാത്ര ചെയ്യാൻ പോകുന്നത്. അതും നോർമൽ ബസ്സിൽ, AC ബസ്സൊന്നുമല്ല, വോൾവോ പോലത്തെ ബസ്സൊന്നുമല്ല, സാധാ ഓർഡിനറി ബസ്സിൽ, ഇവിടുത്തെ HRTC അതിലാണ് പോകണത്. യെസ് ഗൈസ്, കുറച്ച് വൈബായിരിക്കും യാത്ര. ഗൈസ്, അടുത്ത 17 മണിക്കൂർ സഞ്ചരിക്കാനുള്ള ബസ്സാണിത്. യെസ്, ഹിമാചൽ പരിവാഹൻ. യെസ് ഗൈസ്, ഇതിലാണ് ഇനി നമ്മൾ 17 മണിക്കൂർ യാത്ര ചെയ്യാനുള്ളത്, അങ്ങ് റക്കുംബിയയിലേക്ക്. യെസ്, ഇതാണ് മണാലിയിലെ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന് മേലെ തന്നെ നല്ല മല, ഈ സൈഡിലാണെങ്കിൽ മഞ്ഞുമല. അങ്ങനെയൊക്കെയാണ് ബസ് സ്റ്റാൻഡിലെ അവസ്ഥ. യാ, ബസ് 11:30ക്കാണ് ബസ് എടുക്കുക. അപ്പോൾ ടൈം 10:45 ബസ്സിലാണ് അങ്ങനെ കാണൂല. അതാണ് ഇങ്ങനെ ബാഗ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് വാനാവുണ്ട്. അങ്ങനെ ശരിക്കും പറയാൻ പാടില്ല. അറിഞ്ഞുമുട്ട് ഫുള്ള് ബാഗ് പുറത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ കഴിച്ച് നമ്മളെ ഡ്രൈവർ അണ്ണനെത്തി. നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ബാഗ് എടുത്ത് പോവാം. നല്ല കരണ്ട് മക്കളെ, വേറും പൊടിമണ്ണായിരിക്കും. ഔ എന്താറാത്ത നല്ല പൊടിയാണ്. പെട്ടു ഗൈസ്, പെട്ടു. ബാഗ് ഒന്നായിട്ട് ചെലവും. ചങ്ങായി ഇതൊന്ന് വൃത്തിയാക്കിയില്ല, പേരും പൊടി. ബാഗ് ഒന്നായിട്ട് എരപ്പാവുത്. പൊടിയാണ്. അത് തുറന്നപ്പോൾ തന്നെ ഏതോ മില്ലൊക്കെ തുറക്കണ പോലെ അമ്മ അതിൽ പൊടി. ചങ്ങായി ഇതൊന്ന് വൃത്തിയാക്കി കൂടി ചങ്ങായി. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പോണ റൂട്ട് മൊത്തം പൊടിയൊക്കെ ഉള്ള റൂട്ടുകളാണ്. അതാണ് സംഭവം. അപ്പോൾ ഓക്കെ, അങ്ങനെ വെള്ളത്തിക്കാൽ വെച്ച് കയറണം. ഇതാണ് നമ്മുടെ ബസ്. ഓ, ഇതാണ് പ്രശ്നമല്ലേ, ഇവിടെ കാല് വെക്കാൻ കുഴപ്പമില്ല. ലെഗ് സ്പേസ് കുറവാണ് ഗൈസ്, ലെഗ് സ്പേസ് വളരെ കുറവാണ്. ഇതല്ല തൊപ്പി ഇങ്ങോട്ടെടുത്ത് ലെഗ് സ്പേസ് ഭയങ്കര ഇടങ്ങാറ്. കാരണം നമ്മൾ മണാലിയിൽ നിന്ന് ഇങ്ങോട്ട് കസോന്ന് മണാലിക്ക് നമ്മൾ ലെഗ് സ്പേസില്ല. പോരാത്തിന് ഇവിടെ ഇങ്ങനെ ഒരു ആണി ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഓരോ കൊണ്ടുപോയി കൂടി ചാടുമ്പോൾ ഇതിങ്ങനെ ആണിങ്ങനെ കായുമ്പോൾ തട്ടിയിട്ട് നല്ല വേനോ. ഇത് ഏകദേശം അതുപോലെ തന്നെയാണ്. കാരണം ഇതിമേ ഒരു വലിയൊരു കട്ട കൊടുന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ലെഗ് സ്പേസ് കുറവാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തു പോവാണ്. ഇന്നാണെങ്കിലാണ് പേരും വെയിൽ, ഇന്നലെ ആണെങ്കിലോ മായും. അമ്മാതിരി ഒരു കാലാവസ്ഥ. ഇന്നത്തെ കാലാവസ്ഥ വലിയ സുഖമില്ല, കാരണം ഭയങ്കര കുത്തണ വെയിലാണ്. എന്നാൽ വലിയ തണുപ്പില്ല. അതാണ് വിഷയം. ഇന്നലെ ആണെങ്കിൽ നല്ലൊരു കാലാവസ്ഥയാണ്. പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോൾ നല്ലൊരു മായ, നല്ല ഇടിയും മിന്നലൊക്കെ വെട്ടി ലാസ്റ്റ് നേരത്തെ. അപ്പോൾ അതാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് 1 മണിയായപ്പോൾ നമ്മൾ കുളു ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കുളു ബസ് സ്റ്റാൻഡ്. ഉറക്കം വന്നിട്ട് വയ്യ. പക്ഷേ ഇതിങ്ങനെ ഉറങ്ങുമ്പോഴത്തേനെ കൊണ്ടുപോയി വന്നിട്ട് ഇങ്ങനെ ചാടും. അപ്പോൾ പിന്നെ തലയൊക്കെ ഇടിച്ചാണ്ട് പിന്നെയും ഉണരും. അങ്ങനെ ഒരു കഥ. ഇന്നലെയാണെങ്കിൽ മര്യാദക്ക് ഉറങ്ങിയിട്ടുമില്ലേ. ഇന്നലെയാണെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയെത്തിയപ്പോൾ തന്നെ 10 മണിയായി. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്, 2 ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ, ഒരു റീൽ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ, അങ്ങനെ കുറേ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ. അതൊക്കെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോൾ തന്നെ 2 മണിയായി. 7 മണിയായപ്പോൾ തന്നെ നീച്ചും ചെയ്തു പണ്ടാരം. അതുകൊണ്ട് ഉറക്കം റെഡി ആയിട്ടില്ല. ഒരു ഉഷാറിട്ടാണ് ചെയ്യുന്നത്. മൊത്തക്കാണെങ്കിൽ പൊടി അടിച്ചിട്ട് ആകെ ഒരു കഥയായി. ഗൈസ്, ഇതാണ് നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണം. നമ്മൾ കടല നിന്നു, ആപ്പിളുണ്ട്, പഴമുണ്ട്, ജ്യൂസുണ്ട്, ലെമൺ ജ്യൂസ്, അതൊക്കെ മേടിച്ച് വെച്ചിക്കണം. അതൊക്കെ തിന്നാൻ പറ്റുള്ളൂ ലഘുവായിട്ടുള്ളത്, കാരണം കൂടുതൽ തിന്നാൽ പണി കിട്ടും.
കുറച്ച് ടൈം കുളു ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം 10 മണിക്കൂറോളം യാത്രയുണ്ട്. അത്ര തോന്നണോ? ഏകദേശം ഇവിടുന്ന് 200 സംതിങ് 50 കിലോമീറ്റർ ഉണ്ട് അടുക്ക് നമ്മുടെ റെക്കോംബിയോയിലേക്ക്. അപ്പോൾ അതിന് മണാലിയിൽ നിന്ന് കുളുക്ക് ഏകദേശം 20-30 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു റേഞ്ചുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ മണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. MANDI അതാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാനിവിടെ എത്തിയപ്പോൾ ഇതുവരെ തിരക്കിയാണ്. ഇപ്പോൾ ഒന്നായിട്ട് എവിടുന്നാന്നില്ലാതെ കുറേ ആൾക്കാരുടെ കയറി വന്നു. സംഭവം എന്താ വെച്ചാൽ ഇത് നമുക്കെന്ത് തിന്നാൻ സാധനം മേടിച്ചാൽ പോകണമെങ്കിൽ തന്നെ പോകാൻ കഴിയില്ല. കാരണം അപ്പോഴത്തേനും ഇവിടെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കുവേ. അതാണ് വലിയ ഇടങ്ങാറ്. നമ്മൾ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീച്ച് പോയാൽ പിന്നെ സീറ്റ് പോകും. നമുക്ക് പിന്നെ റെക്കോംബിയോ നാളെ ഇനി 10 മണിക്കൂറുള്ളതാണ്. അത് നിന്ന് പോകാൻ കഴിയൂല. വലിയ ഇടങ്ങാറാവും. നമ്മുടെ അടുത്താണ് വേറെ ചങ്ങായി ഇരുന്നും ചെയ്തു. അത് 2 ആൾക്കാരായതുകൊണ്ട് സുഖമാണ്. ഇതെനിക്ക് കാല് വെക്കാൻ ഭയങ്കര പണിയാണ്. കേട്ടോ ലെഗ് സ്പേസ് തീരെ ഇല്ല. ഇതിങ്ങനെ ഇവിടെ വെച്ച് കിട്ടും. അപ്പോൾ നമ്മളടുത്ത് വേറെ ചങ്ങായി ഇരുന്നും ചെയ്തു. ഇനി ഭാഗം അൽക്കുലത്താവും പണ്ടാരോ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പോണ റിമോട്ട് ഏരിയയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ ബസ് സർവീസ് കുറവാണ്. കിട്ടുന്ന ബസ്സിൽ ചാടി കയറാൻ ആൾക്കാർ. നമ്മൾ അതിൻ്റെ മേലത്തിൽ എന്തൊക്കെ പൂക്കലൊക്കെ കൊടുന്ന് വെച്ചിരിക്കുന്നത്. അതാണ് സംഭവം. എന്തൊക്കെ കൊയിനാട്ടുണ്ട് തലീക്കൊക്കെ. മോന്താണെങ്കിൽ അതിനെക്കാട്ടി തരിക്കുന്നത്. ഇവിടെ നിന്ന് കക്കരി കേൾക്കാൻ പറ്റൂല. തിന്നായി നമ്മൾ അങ്ങനെ കഴിച്ചത് കക്കരി എന്താണ് ഇവിടെ നല്ല ചൂടാട്ടോ. ഇവിടെ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നല്ല ചൂടാണ്. താഴത്ത് ഇറങ്ങിക്കണ്. ഇനി ഇവിടെ നമ്മൾ വേറെ മല കയറണം. അതാണ് ചൂട്. ഭയങ്കര ചൂട് പറഞ്ഞാൽ കുറച്ചൊക്കെ ചൂട് കുറവാണ്. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. എന്തായാലും ചൂടുണ്ട്. ആ ഗ്രാമ വില്ലേജിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഭയങ്കര ചൂടായി തോന്നുക. എനിക്കുള്ള സുഖം എന്താ പറയുക, ഞാൻ ഇനി ഉറങ്ങിയാൽ വെക്കൂല. ഇയാളെ മേത്തേക്ക് മറ്റേ ഞാൻ തലക്കാവുമ്പോൾ ഞാൻ താഴത്തേക്ക് കയറി. ഞാൻ അതിനുള്ളിൽ കൈയിട്ടിട്ടാണ് കിടങ്ങിയത്. ഇവിടെതാ കൈയിട്ടേക്കായിരുന്നു. വിൽക്കാൻ പോകുമ്പോൾ അതിനുള്ളിൽ കൈ ലോക്കായിരുന്നു. ഇയാൾ പോകുള്ളൂ. ഞാൻ പിന്നെ എന്തായാലും പോകില്ല. അതാണ് കഴിച്ചു. ഇതൊക്കെയാണ്. ഇതെന്താ ബ്രസീലും അതുപോലെ ഭയങ്കര എടുത്തടുത്ത ഒരാള് ബ്രസീലത്തെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഭയങ്കര അടുത്തടുത്ത് അതിൻ്റെ കുറച്ച് ഒരു മിനി വെർഷൻ അല്ലേ ഗൈസ്. നമ്മളിപ്പോൾ ഏതൊക്കെ മല കയറി എവിടെയോ എത്തിക്കണോ. ഇപ്പോൾ വന്ന് നമ്മളെ നാട്ടിലെത്തിയ പോലെ ഉണ്ട്. ഇത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം. ആ വയനാടൊക്കെ പോലെ അടിമാലി ആ ഭാഗമൊക്കെ എത്തിയ പോലെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലം. ഇതിപ്പോൾ ഹിമാചലാണെന്ന് പറയുന്നില്ല. കണ്ട അവിടെ കണ്ട മറ്റേ തട്ടുതട്ടായിട്ട് മൂന്നാറിൽ കൃഷി ചെയ്യണ പോലത്തെ അങ്ങനെ തട്ടുതട്ടൊക്കെ ആക്കിയാണ്. കുറേ നേരം ഇങ്ങനെ ബസ്സിലിരിക്കണേ. ഇരുന്നിരുന്ന് തേനു കുണ്ടിയൊക്കെ. ഇനി ഇരിക്കാണ്ട് നാളെ രാവിലെ എത്തുള്ളൂ. ഇപ്പം എത്ര സമയം 6 മണി ആയിട്ടുള്ളൂ. ഇനി 11.5 മണിക്കൂർ. യെസ് 11.5 മണിക്കൂർ. പൊടി അടിച്ചിട്ടാണ് മോന്തൊക്കെ എന്താ പോലെ ആയി. മോത്തൊക്കെ പൊടിയാ ഗൈസ്. വ്യൂ നോക്കൂ ഗൈസ്. അടിയിൽ നിന്ന് പുകയൊക്കെ വരുന്നു. ഇതെന്താ സംഭവം? കത്തിയ സംഭവം ശരിക്കും പറഞ്ഞപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ എത്തിയ പോലെ ഒരു ഫീൽ ചെയ്യും. മൂന്നാറൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീൽ ചെയ്യും. പക്ഷെ അതിനേക്കാൾ നല്ല ഉയരങ്ങളുണ്ട് ഇവിടെ. കണ്ട സ്ഥലം കണ്ട ബസ്സിലിരിക്കണ എല്ലാവരും എന്നെ നോക്കണ്ടേ. എന്തപ്പം കാട്ടണമെന്ന് വിചാരിച്ചിട്ട് ബായ് ഇങ്ങനെ വിടാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മലയാളമായത് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ. ഒന്നും മനസ്സിലാവില്ല ബാക്കിയുള്ളവർക്കൊന്നും. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ എന്ത് പണി പറയാം. വിഷയമില്ല. നോക്കണ ചിരിച്ചോണതാ വ്യൂ നോക്കിയാണെങ്കിൽ ആ സൂര്യൻ ഇതൊക്കെ അടിച്ചിട്ട് ഏതാ വ്യൂ അറിയോ. പക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇതിന് കാണും നിൽക്കാറില്ല. പക്ഷെ കെട്ടില വ്യൂ പറഞ്ഞാൽ കെട്ടില വ്യൂ ആണ് ഗൈസ്. അടിയൊക്കെ കണ്ട ഗൈസ്. വ്യൂ കണ്ട ഗൈസ്.
ഈ ക്യാമറയിൽ അങ്ങനെ കണ്ടു നിൽക്കാറില്ല, പക്ഷെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അമ്മതൊരു വ്യൂ. നല്ല പരന്ന് കിടക്കുന്ന പച്ചപ്പരവധാനികൾ എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു ഇത്. അമ്മാതിരി ഹൈറ്റിൽ നമ്മൾ എത്തിക്കണേ. ഞാൻ അവിടെ വേറെ എന്തോ ഉണ്ട്. നോക്കണം എന്തൂരേക്കത് എവിടെയാണ് നമ്മളിപ്പോ ഹിമാചലല്ലേ, മഞ്ഞും നല്ലത് ഫുള്ള് വച്ച. നമ്മളേതോ സുന്ദർ നഗർ മണ്ടി റോഡാണ് പോകുന്നത്. ഇവിടെ നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ പോവാൻ എന്താ ഒരു രസം എന്നറിയും. നമ്മൾ പോകാൻ പോകുന്നത് ഈ മലക്കിൻ്റെ മേലക്കാണ്. നമ്മൾ അടിയിൽ വന്നതാണ് ഇപ്പോൾ. ഇനി എത്ര മേലെ കയറാണില്ല, ഇവിടെ തന്നെ നോക്കുമ്പോൾ കിട്ടില്ല വ്യൂ ആണ്. അപ്പം അതിൻ്റെ മേലെ നോക്കുമ്പോൾ അവസ്ഥ അച്ഛാതി വ്യൂ ഗൈസ്. ശരിക്കും വേറൊരു സ്ഥലത്ത് തന്നെ എത്തിയിട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ ഇപ്പോഴാണ് ചെറിയൊരു തണുത്ത കാറ്റൊക്കെ കിട്ടി തുടങ്ങിയത്. ഇതുവരെ ചൂടേനു. വണ്ടി ഫുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവിടെ റേഞ്ചും ഉണ്ട്, അതാണ് വേറെ അത്ഭുതം. റേഞ്ചും ഉണ്ട്. അതാ ഫോണും വീടും. റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഫോണാണ് ചാടി. ഇവിടെ റേഞ്ചും ഉണ്ട്, ഫോണും വീണു. അതെ, റേഞ്ചിന്റെ കൂടിയാതാന്ന് തോന്നുന്നുണ്ട്. ഫോൺ വെക്കാൻ കാരണം ആ അങ്ങടുത്തോളി നമ്മൾ വരെ തരോ. യോ ഗൈസ്, ഓരോ വളവ് കഴിയുമ്പോഴും ഓരോ കിട്ടുന്ന വ്യൂ വരികയാണ്. നമ്മളെ ആലോചിക്ക്, വന്നത് വേറൊരു സ്ഥലത്ത്, ഇപ്പം നിൽക്കുന്നത് വേറൊരു സ്ഥലത്ത്, ഇനി നാളെ എത്തുന്നത് വേറൊരു സ്ഥലത്ത്. അങ്ങനെയൊക്കെ നമ്മുടെ അവസ്ഥയാണ്. നമ്മൾ വന്നപ്പോൾ ഹിമാചൽ അവിടെ വേറെ തന്നെ ഒരു വ്യൂ ആയില്ലേ, മഞ്ഞുമലൊക്കെ കണ്ടുള്ള വ്യൂ ആയില്ലേ. ഇപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് പച്ച മല. ഈ നാളെ എത്താൻ പോണ സ്ഥലം അത് വേറെ ഒരു വ്യൂ ഉള്ള സ്ഥലം. അങ്ങനെ ഒരു ദിവസം തന്നെ ഇറങ്ങിയിട്ടാണ് വ്യൂകൾ നമ്മൾ വ്യൂ കിട്ടുക. എന്തോ രസമാണ്. ഇതിൽ പാട്ടൊക്കെ ഇട്ട് കണ്ടിങ്ങനെ ഇതിങ്ങനെ കണ്ടുപോകാനായത് നല്ല വൈബ്. റോഡ് കാണിച്ചാൽ അവിടെ തന്നെ സമയം 7 മണിയായി കേട്ടോ. ഇവിടെ നമ്മളിവിടെ ഏതോ മെയിൻ ടൗണിലെത്തിക്കാണ്. ഇവിടെ ഇപ്പോഴാണ് കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇതുവരെ കട കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടേനു. എന്താ ഇവരൊക്കെ കാട്ടിലെന്നാവല്ലേ ഒരു പ്രശ്നം വന്നാലേ, ഇപ്പോൾ എമർജൻസി കേസൊക്കെ എന്തെങ്കിലും വന്നാൽ എന്താ ചെയ്യണമെന്നാവും നമുക്കറിയാം. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നില്ല. കുറേ ആൾക്കാർ പേരൊക്കെ അങ്ങനെ ഏറ്റവും മേലൊക്കെയാണുള്ളത്. ഇപ്പോഴാണ് നല്ലൊരു തണുത്ത കാലാവസ്ഥ ഒക്കെ വന്നത്. ഇതുവരെ ഒരു ചുട്ട് കാലാവസ്ഥ, ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥ. എന്തൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ, നമ്മളെന്തൊക്കെ പറയുന്നുണ്ട് ഓല് മനസ്സിലാവില്ല, ഓലെന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവണില്ല. എന്തിനാ മക്കളെ. ആൻഡ് റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റത്ത് കൂടെ ഒക്കെയാണ് പോകേണ്ടത്. അങ്ങനെ ആയിക്കോളൊക്കെ റോഡൊക്കെ ആണ്. മെയിനായിട്ട് രസം ഈ സ്ഥലമാണ് മക്കളെ. ഏറ്റവും വീതി കുറയും. 40 കൂടെ വരെ നമ്മൾ പോയി. അൾട്രാ വൈഡാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. കാരണം ഒറ്റ വണ്ടി എത്തി കൂടെ പോവുള്ളൂ. ഇവിടെ ബ്ലോക്കായി നല്ല ചെന്നായിട്ട് എടുക്കാറായിരുന്നു. അവിടെ ലോറി വെയിറ്റിങ്ങിലാണ്, എൻ്റെ ബാക്കിൽ ഒരു പിക്കപ്പ് വെയിറ്റിങ്ങിലാണ്. നമ്മളെ ഉള്ളിലുള്ളൊരു മോട്ട ചങ്ങായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ, അവിടെ പ്രശ്നമില്ല. മാത്രല്ല പോയാൽ കൊക്കിക്കാണ്ട് പോകും. അതാണ് വിഷയം. പോയാൽ താഴേക്ക് പോയാൽ
പോരാന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ യാത്ര ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ ഇടയിലാണെങ്കിൽ സുറൂറിനൊരു കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കണ്ടേ, അതാ നോക്കേ, സത്യം നോക്കണ്ടല്ലോ, നോക്കണ്ടേ. കുറച്ച് നേരം ഞാൻ പിടിച്ചിട്ടൊരു ക്യാമറ അമ്പ ക്യാമറ കണ്ടിട്ടാണ്, അല്ല വേറെ അല്ല. അമ്പം തരുമോ നോക്കണ്ടപ്പോ മൂപ്പർക്ക് വലിയ അതെ മൂന്ന് പറയണം, ഇന്നോട്ട് പറയണ്ടാ ഗോപ്രോ ഞാൻ പിടിച്ചിട്ടെ എന്നെ നോക്കാം, മൂപ്പരെ നോക്കാൻ വേണ്ടിയിട്ട്. ഈ എന്താ പുതിയ അതിനടിയിലാണ് ഈ ചങ്ങായി ആണെങ്കിൽ ഗ്ലാസ് ഇങ്ങോട്ട് നീക്കിക്കാം. എന്താ എനിക്ക് കാണുന്നു വേണ്ടേ, എനിക്ക് അല്ലേ ചങ്ങായി അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിക്കാം, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നീക്കാം. ഓ മോനെ സൂര്യാസ്തമയം, ഗൈസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഒന്ന് നിർത്തി ഇവിടെ കുറച്ച് നേരം, 10 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ചായ പറയാം. അമ്മ ഇരുന്നിരുന്ന് പോയെങ്കിൽ പണ്ടാരം ദീദി 2 ടീ ചായ പറഞ്ഞു ഗൈസ്. അയ്യോ ഇരുന്നിരുന്ന് കുഴങ്ങി റബ്ബേ. 10 മിനിറ്റ് ഉള്ളു പറഞ്ഞു. ചായ ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും പോകുമെന്നറിയില്ല. ഏതാ മോനെ സ്ഥലം, കിണ്ണ വൈകിട്ട് ഇവിടെ. അയ്യോ ഗൈസ്, ഇവിടുത്തെ ഒരു ചായപ്പീടിയാണിത്. അത് ഇവിടെ സ്ഥലം എന്നറിയില്ല, പക്ഷേ നല്ല രസമുള്ളൊരു ചായപ്പീടിയാണ്. ചായ ഉണ്ടാക്കുന്നു ഇവിടെ. ഇവിടെ എന്തൊക്കെയുണ്ട്, ഉള്ളിയും തക്കാളിയും എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെയാണ് പച്ച ഉള്ളിയൊക്കെ ഇങ്ങനെ തിന്നു വെറുതെ. പിന്നെ ബന്ന അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ ചായ കിട്ടി. ചായക്ക് ഇവിടെ 10 റുപ്യ ഉള്ളൂ, ഇവിടെ വെറും 10 റുപ്യ. അവിടെ പോയപ്പോൾ ചായക്ക് എന്ത് വില കൂടുതലാണ് അറിയോ, ഇപ്പോൾ 10 റുപ്യ ഉള്ളൂ. ആ സൂര്യൻ കണ്ട വ്യൂലായിരുന്നു, നല്ല രസം ഉണ്ടായില്ല. വ്യൂ മാറി നല്ല ചായ. ഇപ്പോൾ തണുപ്പായി തുടങ്ങി. യെസ്, ബാക്ക് ടു പഴയ കാലാവസ്ഥ, ഗ്രഹം വില്ലേജിലുള്ള കാലാവസ്ഥ. എന്നാലും ആലോചിച്ച് നോക്കി, നമ്മൾ മണാലിയിൽ നിന്ന് വന്നു. മണാലി വന്നപ്പോൾ ഒരു മഞ്ഞ് അങ്ങനത്തെ ഒരു വ്യൂ ആണ്. അതേപോലെ അത് ഞാൻ പറഞ്ഞ എന്നാലും ഒന്നുകൂടി ഞാൻ പറയും. അങ്ങനെ നമ്മൾ കയറി ഇപ്പോൾ വേറെ സ്ഥലത്തെത്തി. ഇവിടെ ഫുള്ള് പച്ച മരങ്ങളും കാടുകളൊക്കെ ആയിട്ടുള്ളൊരു മൂന്നാർ വൈബിളൊരു വ്യൂ. ഇനി നമ്മൾ നാളെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വ്യൂ. അത് നമ്മൾ കണ്ടറിയുക, അത്ര ഞാൻ പറയുള്ളൂ ഗൈസ്. ചായ കുടിക്കട്ടെ. നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണ്. മൂങ് ദാൽ, ബ്ലൂ ലൈസ്, കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് ഇനി നാളൊക്കെ നിർത്തുണ്ടാവുള്ളൂ. ഫോർ സാൾട്ടഡ് ചിപ്സ് യെല്ലോ. കുറേ മേടിച്ചിട്ടുണ്ട്. ഓക്കെ പൈസ കൊടുത്താണത്. സാധനങ്ങളൊക്കെ മേടിച്ചു. സംഭവമായിട്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് മുഖം കഴിയപ്പോൾ ഒന്നുകൂടി ഉഷാറണായി. ഗൈസ് ഇവിടെ സ്ഥലം എന്തോരം നേക്കാരോ. ഇവിടെ ഉണ്ട് ചെറിയ ക്രിക്കറ്റൊക്കെ, കുട്ടികളെ ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്ന ഒരു സ്ഥലം. അതെന്തോ വീടാണ് തോന്നുന്നു. ഇവിടെ ചെറിയൊരു ഹോട്ടലും ഒരു ചായ ഒരു കടയും, സ്നാക്സ് കിട്ടുന്ന കടയും. അവിടെ ബാത്റൂമുണ്ട്, ടോയ്ലറ്റും ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഭാഗത്തുണ്ട്. അങ്ങനെ അതുകൊണ്ട് തോന്നുന്നു ഇവിടെ ബസ് നിർത്തി വന്നു. ഞാൻ കൂടുതൽ ഞാൻ എടുക്കണില്ല, കാരണം അതിൽ ചാർജ് കുറവാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് വണ്ടി വീണ്ടും വിട്ടു. അപ്പോൾ ഒന്നുകൂടി തണുപ്പൊക്കെ കൂടി, നല്ല തണുപ്പായതുകൊണ്ട് തണുപ്പ് കൂടുന്നുണ്ട്. ഇപ്പോൾ സമയം 7:45 7:37 ഇവിടെ വെളിച്ചുണ്ട്. അവിടുത്തെ പോലെ തന്നെ, ഹിമാചലത്തെ പോലെ തന്നെ. യെസ്, നല്ല കിട്ടിലും കാലാവസ്ഥ. അങ്ങനെ ഗൈസ് രാത്രി ഏകദേശം 9 ടൈമായി. എൻ്റെ മോനെ യജാതി വൈബ് എന്ന് പറഞ്ഞാൽ അത്രക്കും വൈബുള്ളൊരു റൂട്ടാണ് ഗൈസ്. സത്യം പറഞ്ഞാലോ ഇതുപോലൊരു എന്താ പറയുക രാത്രി എനിക്കിതുവരെ കിട്ടിയിട്ടാ തോന്നുന്നു. കാരണം നല്ല തണുപ്പ്, നല്ല കാഴ്ചകൾ, ഇങ്ങനെ പെരൻ്റെ ഓരോ ലൈറ്റുകൾ, അങ്ങനെ കാഴ്ചകൾ. പിന്നെ പാട്ടൊക്കെ കേട്ട്, നല്ല കിട്ടിലും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനി രാവിലെ കാണാം. ഉറങ്ങാൻ പോകട്ടെ, ഉറങ്ങാണ്. ഇനി ഇവിടെ നിർത്തുകയാണെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ പീസ് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തി. അയ്യോ, ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്.
എവിടെ സ്ഥലം ഒന്നും എനിക്കറിയില്ല, എവിടെ നിർത്തിയതാ. ഫുഡ് ചിലപ്പം കഴിക്കുള്ളൂ, കാരണം ബസ്സെന്ന് പറയാൻ ലേസും ചിപ്സും എന്തൊക്കെ തിന്നുകണു, അതുകൊണ്ട് ചിലപ്പെങ്കിലേ തിന്നുള്ളൂ. ഗൈസ് അങ്ങനെ നമ്മളൊന്നും തിന്നൊന്നുമില്ല, വെറുതെ കുറേ നേരം പുറത്തിങ്ങനെ ഇരുന്ന് ബസ്സിൽ തന്നെ കയറാം. നല്ല തണുത്ത കാറ്റുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ബസ് എടുക്കും, അപ്പോൾ ഇതിന് കയറി ഇരിക്കട്ടെ വെറുതെ. ഓക്കെ, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം 4 മണിയായി. നമ്മൾ റക്കമ്പിയിൽ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. ഇനി ഏകദേശം 48 കിലോമീറ്റർ ആയിട്ടുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന പറഞ്ഞേ. പഠിച്ചോനെ 4 മണിയായി പറഞ്ഞാൽ ഈ 2 മണിക്കും 3 മണിക്കൊക്കെ കൊണന്ന് എടുക്കുന്നതിനും അതിന് ഉറങ്ങാൻ കാണില്ല. ഈ കുണ്ടുപോയി നിറ വയ്യല്ലേ ഫുള്ള് ആടിന നന്നായിട്ട്. ഇവിടെ കണ്ട എന്തൊക്കെ അങ്ങക്കൊന്നും കാണില്ലല്ലോ പുറത്ത്, പുറത്ത് കാണിക്കണില്ല. കൊണ്ടുപോയി നിറ വൈക്കൂടെ ഇതിങ്ങനെ വന്ന് ഉറങ്ങി വരുമ്പോൾ തന്നെ അവർ കൊണ്ടു ചാടും, അപ്പോൾ നീച്ചും. പിന്നെ തല അവിടെ ഇടിച്ചാലും മുമ്പ് ഇടിച്ചാലും ഒക്കെ ആയിട്ട് ഉറങ്ങാനും കാണിക്കുക. സീറ്റാണെങ്കിൽ ഒരു ശരിയല്ല. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിലാകെ പണിയായി നിൽക്കുകയാണ്. അല്ല, ഊര പോയിക്കണു, കാല് പോയിക്കണു, പിന്നെ ഇരുന്ന് കുട്ടി തേഞ്ഞുക്കണു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. എപ്പോഴും അവിടെ എത്തില്ലറിയില്ല, പക്ഷെ എന്നാലും രസമാണ്. പോണ റൂട്ടൊക്കെ ഭയങ്കര നേക്കുള്ള റൂട്ടാണ്, പക്ഷേ രാത്രി അതുകൊണ്ടൊന്നും കാണില്ല. പിന്നെ വലിയ ഇടയ്ക്ക് ലാൻഡ് സ്ലൈഡൊക്കെ നടന്നതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, നേരം വെളുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ സമയം 5:38 വെളിച്ചായി കാണുന്നത്. ആൻഡ് തണുപ്പ് കൂടി ഇതാ ഞങ്ങളിതൊക്കെ ഇട്ടു. തണുപ്പ് അത്യാവശ്യം ഉണ്ട് ഇപ്പോൾ. മറ്റേ നമുക്ക് സഹിക്കാൻ കഴിയും. ഇപ്പോൾ സഹിക്കാൻ കഴിയുമോ വെച്ചാൽ ഇട്ടാണ് സഹിക്കാൻ കഴിയുള്ളൂ, ഒന്നും ഇട്ടാതെ സഹിക്കാൻ കഴിയില്ല. മറ്റേ നമുക്ക് ആ സ്ലീവ്ലെസ് ആകുമ്പോൾ തന്നെ അങ്ങനെ നടക്കാം, വലിയ വിഷയമൊന്നുമില്ലേനും. അതാ ഈ ഇടക്കുറങ്ങും ഇടയ്ക്ക് എണീക്കും, ഇടക്കുറങ്ങും എണീക്കണി, അങ്ങനെ ഒരിതാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റക്കമ്പിയിലെത്തി. 17 മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം റക്കമ്പിയോ ജാണിച്ചട്ടെ. അങ്ങനെ നമ്മൾ റക്കമ്പിയോലെത്തി. വേണ്ട ബാഗൊക്കെ വേണ്ട, ആ ഇതിൽ വെച്ചിട്ട് മൊത്തം പൊടി അടിച്ച് മക്കളെ, മൊത്തം പൊടി അടിച്ച് ഫുള്ള് പൊടിയാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജാക്കറ്റും ഈ നമ്മളെ നിമലൊക്കെ ആയി. ഇതാണ് തിരുമ്പാനൊന്നും പറ്റൂല ഇനി. വേണ്ട, ഓ ഏത് സൈസ്. ഇനി നമ്മളെ റൂം നോക്കണം, നല്ലൊരു റൂം നോക്കണം. എല്ലാം പാടെ എവിടേക്ക് പോകണത്? അയ്യോ, റൂം നോക്കാൻ പോവുകയാണ്. എത്ത് ചോദിച്ചില്ലേ റൂം ഉണ്ടോ ചോദിച്ചേക്ക. റൂം ചായന്നോ, റൂം ഹേന്ന് വെച്ചാ, റൂം ഹേന്നോ അങ്ങനെ ചോദിച്ചാ. ഹേന്ന് അറിയുമ്പോൾ എത്ര പൈസന്ന് വെച്ച് നോക്കും. ഇപ്പത്തേക്ക് വേണി ചോദിച്ചു നോക്കാം റൂം ഉണ്ടോ. റൂം ഹേ, റൂം how much? One night stay. One night stay. എന്തോ പറഞ്ഞു എനിക്കറിയില്ല. റൂമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യണ്ട, നല്ല മഞ്ഞുമല അങ്ങനെ അവസാനം അടുത്തെത്തി. ഇനി നമ്മൾ അതിൻ്റെ മേലെ എത്തും. ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഞ്ഞുമലയുടെ മേലെ എത്തും. ഗൈസ്, അങ്ങനെ റൂം കിട്ടി. ദിസ് ഈസ് അവർ റൂം. ഒരു ഡേക്ക് 1100. നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കിട്ടി. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ നമ്മുടെ നടത്തം സ്റ്റാർട്ട് ചെയ്യാണ്.
പഠിച്ചവനെ 1500 കിലോമീറ്റർ ഇവിടെ നിന്ന് അങ്ങ് ട്രക്ക് മുമ്പിൽ നിന്ന് അങ്ങ് ശ്രീനഗറിലേക്ക് നടക്കാൻ പോവുകയാണ്. നാളെ തൊട്ട് ഇൻഷാ അല്ലാ. എന്താവോ എന്തോ ഒന്നും അറിയില്ല. ആൻഡ് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം ഗൈസ്, ബൈ.